ഹായ് ഓൾ. മുട്ടിലെ തേയ്മാനം കാരണമുണ്ടായ അസഹ്യമായ വേദന കുറയ്ക്കാനും പഴയതുപോലെ ആത്മവിശ്വാസത്തോടെ നടക്കാനും വേണ്ടി നമ്മൾ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോസ്റ്റ് സർജറി ഫേസിലെത്തിയിരിക്കുകയാണ്. 3 ഫേസായിട്ട് നമ്മൾക്ക് ഈ ഘട്ടത്തെ തരംതിരിക്കാം. ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട വ്യായാമമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ പിന്തുടരുന്ന ഫിസിയോപീഡിയ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഈ പ്രോട്ടോക്കോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആ 3 ഫേസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫേസ് 0 to 3 വീക്സ് ആണ്. ഇത് നമ്മുടെ പ്രൊട്ടക്ഷൻ ഫേസാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ ഭാഗം സംരക്ഷിക്കാനും കാലിലെ രക്തയോട്ടം കൂട്ടി സ്വെല്ലിങ് കുറയ്ക്കാനുമാണ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 4 to 6 വീക്സ് ആണ്. അത് മൂവ്മെൻറ്റ് ഫേസാണ്. മുട്ടിൻ്റെ പഴയ വഴക്കം, ഫ്ലെക്സിബിലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ ലക്ഷ്യം. ഫേസ് 3 അതായത് 7 to 12 വീക്സ് ആണ്. ഇതൊരു സ്ട്രെങ്തനിങ് ഫേസാണ്. നമ്മുടെ പേശികൾക്ക് നല്ല കരുത്ത് നൽകി പടികൾ കയറാനും സാധാരണ ജീവിതത്തിലേക്ക് പൂർണ്ണമായി മടങ്ങാനുമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിസിയോതെറാപ്പി എന്നത് ഒരു ദിവസമോ 2 ദിവസം കൊണ്ടോ തീരുന്നതല്ല. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ എത്രത്തോളം കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുവോ അത്രത്തോളം വേഗത്തിൽ നമുക്ക് വേദനയില്ലാതെ നടക്കാൻ സാധിക്കും. ഓരോ വ്യായാമവും എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫേസ് 1 എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് സർക്കുലേഷൻ ഫേസ് ആണെന്ന് പറഞ്ഞു. ഈ ഘട്ടത്തിൽ മുറിവ് സംരക്ഷിക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനുമാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ഒന്നാമത്തെ എക്സർസൈസാണ് ആംഗിൾ പമ്പ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി കിടന്നുകൊണ്ട് പാദങ്ങൾ മുകളിലേക്കും താഴേക്കും പതുക്കെ ചലിപ്പിക്കുക. പിക്ചറിൽ കാണുന്ന പോലെ രക്തയോട്ടം കൂട്ടാനായിട്ടും DVT അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് തടയാനായിട്ടും ഇത് സഹായിക്കും. ഇത് ഓരോ മണിക്കൂറിലും 20 ടൈംസ് ചെയ്യുക. അടുത്ത എക്സർസൈസാണ് ക്വാഡ്രിസെപ്സ് സെറ്റ്സ് എന്ന് പറയുന്നത്. തുടയിലെ പേശികൾ മുറുക്കുന്ന ഒരു എക്സർസൈസാണിത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി മുട്ടിൻ്റെ പിൻഭാഗം ബെഡിലേക്ക് അമർത്തി തുടയിലെ പേശികൾ ഒരു 5 സെക്കൻഡ് ടൈറ്റ് ചെയ്യുക. ഇതിന് പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂസ് എന്ന് പറയുന്നത് മുട്ടിന് ആത്മവിശ്വാസത്തോടെ നിൽക്കാനായിട്ട് ആവശ്യമായ ഒരു സ്റ്റെബിലിറ്റി നൽകുകയാണ് ചെയ്യുന്നത്. ശ്വാസം അടക്കി പിടിക്കാതെ ചെയ്യുക. അടുത്തത് ഗ്ലൂട്ടിയൽ സെറ്റ്സ് ആണ്. ഇത് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബട്ടക്സിലെ പേശികൾ പരമാവധി മുറുക്കി 5 സെക്കൻഡ് പിടിക്കുക. ശേഷം അയച്ചു വിടുക. ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇടുപ്പിന് നല്ല സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഒരു 10 പ്രാവശ്യം വെച്ച് ദിവസവും 3 തവണ ചെയ്യുക. അടുത്തത് ഹീൽ സ്ലൈഡാണ്. മുട്ട് പതുക്കെ മടക്കുകയാണ്. കിടന്നുകൊണ്ട് ഉപ്പൂറ്റി ബെഡിലൂടെ വലിച്ച് മുട്ട് പതുക്കെ മടക്കാൻ ശ്രമിക്കുക. വേദന തോന്നുന്ന ഇടം വരെ മാത്രം മടക്കിയ ശേഷം പതുക്കെ പഴയ നിലയിലേക്ക് എത്തിക്കുക. എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ജോയിൻറ്റിൽ ഒരു മുറുക്കം, ഒരു സ്റ്റിഫ്നെസ് ഒഴിവാക്കി മുട്ടിന് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടാനായിട്ട് ഇത് സഹായിക്കും. 10 തവണ 3 പ്രാവശ്യം ചെയ്യുക. അടുത്തത് ഷോർട്ട് ആർക്ക് ക്വാഡ്സ് ആണ്. മുട്ട് നിവർത്തുകയാണ്. മുട്ടിന് താഴെ ഒരു ടവൽ റോള് അല്ലെങ്കിൽ ചെറിയൊരു തലയണ വെക്കുക. മുട്ടിൻ്റെ പിൻഭാഗം അതിൽ അമർത്തിക്കൊണ്ട് പാദം മാത്രം ഉയർത്തുക. 5 സെക്കൻഡ് പിടിച്ച ശേഷം താഴ്ത്തുക. ഇതെന്തിനാണ് ചെയ്യുന്നത്? മുട്ട് പൂർണ്ണമായും നിവർത്താനുള്ള ശേഷി, അതായത് എക്സ്റ്റൻഷൻ ലഭിക്കാൻ ഇത് പ്രധാനമാണ്. നെക്സ്റ്റ് സ്ട്രെയിറ്റ് ലെഗ് റേസസ് SLR, അതായത് കാല് ഉയർത്തുകയാണ്. മുട്ട് മടങ്ങാതെ കാല് നേരെ ഒരു 6 ഇഞ്ച് ഉയരത്തിൽ പൊക്കി 3 സെക്കൻഡ് പിടിക്കുക. ശേഷം പതുക്കെ താഴ്ത്തുക. ഇതെന്തിനാണ് ചെയ്യുന്നത്? തുടയിലെയും ഇടുപ്പിലെയും പേശികൾക്ക് നല്ല കരുത്ത്, സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. തുടക്കത്തിൽ ഒരു 5 തവണ ചെയ്യുക. ശേഷം പതുക്കെ 10 പ്രാവശ്യം ആക്കുക. ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണ്? എക്സ്റ്റൻഷൻ ഈസ് പ്രയോറിറ്റി, അതായത് മുട്ട് മടക്കുന്നതിനേക്കാൾ പ്രാധാന്യം അത് പൂർണ്ണമായി നിവർത്തുക എന്നതാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ മുട്ടിനടിയിൽ തലയണ വെക്കരുത്. പകരം ഉപ്പൂറ്റിക്ക് താഴെ ഒരു ടവൽ റോൾ വെക്കുക. അടുത്തത് ഐസ് പാക്ക് തെറാപ്പിയാണ്. എല്ലാ വ്യായാമ ശേഷവും ഒരു 15 to 20 മിനിറ്റ്സ് ഐസ് പാക്ക് വെക്കുക. ഇത് വേദനയും നീരും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. യൂസ് വോക്കർ. വീഴ്ചകൾ ഒഴിവാക്കാൻ നടക്കുമ്പോൾ എപ്പോഴും വോക്കർ ഉപയോഗിക്കുക. നല്ല കാല് ആദ്യം വെച്ച് പടികൾ കയറാനും ഓപ്പറേഷൻ ചെയ്ത കാല് വെച്ച് പടികൾ ഇറങ്ങാനും ശ്രദ്ധിക്കുക. ഇനി ഫേസ് 2, നമ്മളിപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. മുറിവുകളെല്ലാം ഇപ്പോൾ ഉണങ്ങിക്കാണും. ഇനി നമ്മുടെ ലക്ഷ്യം മുട്ട് കൂടുതൽ മടക്കുക, അതായത് നീ ബെൻഡിങ്, വോക്കർ ഇല്ലാതെ നടക്കാൻ ശീലിക്കുക എന്നാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ അല്പം കൂടി ആക്റ്റീവായ എക്സർസൈസാണ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് എക്സർസൈസ് സ്റ്റേഷനറി സൈക്ലിംഗ് ആണ്, അതായത് സൈക്കിൾ ചവിട്ടുകയാണ്. ഇവിടെ സൈക്കിളിൻ്റെ സീറ്റ് അല്പം ഉയർത്തി വെച്ച് പതുക്കെ ചവിട്ടുക. ആദ്യം പുറകോട്ടും പിന്നീട് മുൻപോട്ടും ചവിട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? മുട്ടിൻ്റെ വഴക്കം അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഈ സന്ധികളിലെ മുറുക്കം കുറയ്ക്കാനും ഇത് സഹായിക്കും. തുടക്കത്തിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ചവിട്ടുക. രണ്ടാമത്തെ എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നീ ബെൻഡിങ് ആണ്. ഇരുന്നു കൊണ്ട് മുട്ട് മടക്കുക. ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ശസ്ത്രക്രിയ ചെയ്ത കാല് പതുക്കെ പിന്നിലേക്ക് മടക്കുക. മറ്റേ കാല് ഉപയോഗിച്ച് അല്പം കൂടി പിന്നിലേക്ക് തള്ളാൻ ശ്രമിക്കുക. എന്തിനാണ് ചെയ്യുന്നത്? ഒരു 105 ഡിഗ്രി എങ്കിലും മടക്കാനായിട്ട് നമ്മളെ അത് സഹായിക്കും.
10 പ്രാവശ്യം വെച്ച് ചെയ്തു നോക്കുക. അടുത്ത എക്സർസൈസ് സ്ട്രെയിറ്റ് ലെഗ് റേസസ് ആണ്. നമ്മളിത് ആദ്യത്തെ ഘട്ടത്തിൽ ചെയ്തതാണ്, അപ്പോൾ അത്ര ഉയരത്തിലല്ല ചെയ്തത്. പക്ഷേ ഈ ഘട്ടത്തിൽ കിടന്നുകൊണ്ട് കാല് മുട്ടുമടങ്ങാതെ ഒരു 10 ഇഞ്ച് ഉയരത്തിൽ പൊക്കി 5 സെക്കൻഡ് പിടിക്കാൻ നോക്കുക. എന്തിനു വേണ്ടിയാണ്? തുടയിലെ പേശികൾ, അതായത് ക്വാഡ്രിസെപ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 പ്രാവശ്യം വെച്ച് 3 നേരം ചെയ്യുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് ടെർമിനൽ നീ എക്സ്റ്റൻഷൻ, അതായത് മുട്ട് പൂർണ്ണമായിട്ട് നമ്മൾ നീട്ടാൻ ശ്രദ്ധിക്കുകയാണ്. ഒരു ടവൽ റോൾ ഉപയോഗിച്ചോ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചോ ഇത് ചെയ്യാം. ഇപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഇല്ലെങ്കിൽ ടവൽ റോൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മളൊരു ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഭിത്തിക്ക് നമ്മുടെ മുട്ടിൻ്റെ പുറകിലുള്ള കുഴിവിനും ഇടയിലായിട്ട് ഒരു ടവൽ റോൾ വെക്കുക. മുട്ട് പതുക്കെ പുറകോട്ട് തള്ളി ടവൽ റോളിനെ ഭിത്തിയോട് ചേർത്ത് അമർത്തുക. 5 സെക്കൻഡ് അമർത്തി പിടിച്ച ശേഷം അയച്ചു വിടുക. അടുത്തത് സ്റ്റെപ്പ് അപ്സ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടി ചെറിയ പടിയിൽ ശസ്ത്രക്രിയ ചെയ്ത കാല് വെച്ച് പതുക്കെ കയറി ഇറങ്ങുകയും ചെയ്യുക. അത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? പടികൾ കയറാനുള്ള പേശികളുടെ ശേഷി വർദ്ധിപ്പിക്കാനാണ്. 10 തവണ വീതം ദിവസവും 2 നേരം ചെയ്യുക. ഈ ഘട്ടത്തിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്താണ്? ഒന്നാമത്തെ വോക്കിംഗ്. ഇപ്പോൾ നമ്മുടെ വോക്കർ മാറ്റി വെച്ച് ഒരു വടിയുടെ സഹായത്തോടു കൂടി നമുക്ക് നടന്നു തുടങ്ങാം. നടക്കുമ്പോൾ മുട്ട് മടങ്ങാതെ നേരെ വെക്കാൻ ശ്രദ്ധിക്കുക. സ്കാർ മസാജ്. മുറിവ് പൂർണ്ണമായി ഉണങ്ങിയ സാഹചര്യത്തിൽ ആ പാടുകൾക്ക് മുകളിൽ പതുക്കെ മസാജ് ചെയ്യുന്നത് ചർമ്മം ഒട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ സ്കിൻ അഡീഷൻ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഐസ് പാക്ക് തെറാപ്പി. വ്യായാമത്തിന് ശേഷം എപ്പോഴും അല്പം വീക്കമോ ചൂടോ ഒക്കെ അനുഭവപ്പെടാം. അതിനാൽ ഒരു 15 മിനിറ്റ് ഐസ് പാക്ക് വെക്കുന്നത് നല്ലതാണ്. അവോയ്ഡ് പ്രൊലോങ്ഡ് സിറ്റിങ്ങിന്. അധിക നേരം ഒരേ ഇരിപ്പ് തുടരുന്നത് ഒഴിവാക്കുക. നമ്മളിപ്പോൾ ഫേസ് 3 വന്നു. സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ മുട്ടിന് നല്ല വഴക്കം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം കാലിലെ പേശികൾക്ക് നല്ല കരുത്ത്, ഒരു അഡ്വാൻസ്ഡ് സ്ട്രെങ്തനിങ് നൽകുക എന്നാണ്. അപ്പോൾ നമുക്ക് ബാലൻസും പ്രോപ്രിയോസെപ്ഷനും കിട്ടാനായിട്ടുള്ള എക്സസൈസ് ഈ ഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യാം. വോൾ സ്ക്വാറ്റ്സ് എന്താണെന്ന് നോക്കാം. ചുമരിൽ ചാരി നേരെ നിൽക്കുക. കാലുകൾ അല്പം മുന്നോട്ട് മാറ്റിവെക്കുക. പതുക്കെ ചുമരിലൂടെ താഴേക്ക് നിരങ്ങി മുട്ടുമടക്കി ഇരിക്കുക. അതായത് ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ. പകുതി ദൂരം മാത്രം താഴേക്ക് പോയാൽ മതി, കൂടുതൽ താഴേക്ക് പോകാതിരിക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നത്? തുടയിലെയും ഇടുപ്പിലെയും പേശികൾക്ക്, അതായത് ക്വാഡ്രിസെപ്സിനും ഗ്ലൂട്ടിയൽ മസിൽസിനും ഒക്കെ ഒരേ സമയം നല്ല കരുത്ത് നൽകാൻ ഇത് സഹായിക്കും. 10 തവണ വീതം ചെയ്യാം. താഴെ എത്തുമ്പോൾ ഒരു 5 സെക്കൻഡ് പിടിക്കുക. ദിവസം 2 നേരം ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഒരു കാലിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ പടികളൊക്കെ കയറുമ്പോൾ അവരോട് പറയും, കയറുമ്പോൾ നല്ല കാല് വെച്ച് കയറുക, ഇറങ്ങുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുള്ള കാല് വെച്ച് ഇറങ്ങുക. അങ്ങനെയാണ് സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു എക്സർസൈസ് മോഡാണ്, ഒരു എക്സർസൈസ് ട്രെയിനിങ് ആണ്. അപ്പോൾ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ശസ്ത്രക്രിയ ചെയ്ത കാല് വെച്ചാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്? പടികൾ കയറാനും ഇറങ്ങാനുമുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മുട്ടിന് ഭാരം താങ്ങാനുള്ള ശേഷി കൂട്ടാനും ഇത് സഹായിക്കും. 10 മുതൽ 15 തവണ ചെയ്യാം. അടുത്തതാണ് സിംഗിൾ ലെഗ് ബാലൻസ്, അതായത് ഒരു കാലിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു കസേരയിലോ മേശയിലോ പതുക്കെ പിടിച്ചു നിൽക്കുക. ശസ്ത്രക്രിയ ചെയ്യാത്ത കാൽ പതുക്കെ ഉയർത്തി ശസ്ത്രക്രിയ ചെയ്ത കാലിൽ മാത്രം ഭാരം കൊടുത്ത് നിൽക്കാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇതിനെ നമ്മൾ പ്രോപ്രിയോസെപ്ഷൻ ട്രെയിനിങ് എന്ന് പറയും. അതായത് നമ്മുടെ ജോയിൻറ്റിൽ ഒരു നാഡീവ്യൂഹമുണ്ട്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നടക്കുമ്പോൾ നമ്മൾ വേച്ച് പോകാതിരിക്കാനായിട്ട് ഇത് ആവശ്യമാണ്. ഈ ഘട്ടത്തിലെ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? അവോയ്ഡ് ഹൈ ഇമ്പാക്റ്റ്. ഇപ്പോൾ നമുക്ക് മുട്ടിന് നല്ല ബലം തോന്നും, എങ്കിലും ഓടാനോ ഈ ജോഗിങ്, ജമ്പിങ്, ഭാരമുള്ള സാധനങ്ങൾ എടുത്ത് കുനിയാനും പാടില്ല. ഇത് നമ്മുടെ ഈ കൃത്രിമ സന്ധിക്ക് അമിത സമ്മർദ്ദം നൽകും. രണ്ടാമത് നീലിംഗ് അവോയ്ഡൻസ്. മുട്ടുകുത്തിയിരിക്കുന്നത് ഇപ്പോഴും ഒഴിവാക്കണം. തറയിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നത്, ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ് ഡോക്ടറുടെ അനുവാദത്തോട് മാത്രം ചെയ്യുക. പിന്നെ ഫുട്വെയർ. നടക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. വഴക്കലുള്ള തറകളിൽ നടക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. ലിസൺ ടു യുവർ ബോഡി. വ്യായാമം ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു പേശി വേദന സ്വാഭാവികമാണ്. എന്നാൽ ഈ നമ്മുടെ ജോയിൻറ്റിനുള്ളിൽ കടുത്ത വേദന, ഷാർപ്പ് വെയിൻ അല്ലെങ്കിൽ വീക്കമൊക്കെ ഉണ്ടെങ്കിൽ എത്രയും വേഗം അത് ഫിസിയോതെറാപ്പിസ്റ്റിനെ, ഡോക്ടറെ അറിയിക്കുക.